വാട്ട് ഈസ് സിവിലൈസേഷൻ? എന്താണ് സിവിലൈസേഷൻ? സിവിലൈസേഷൻ refers to the organized way of life that human form by living together in communities. അതായത് മനുഷ്യർ കൂട്ടായി താമസിച്ച് ഒരു നാഗരികമായ ജീവിതം രൂപീകരിക്കുന്നതിനെയാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മനുഷ്യരുടെ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫിനെയാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ ആർട്ട് ഉണ്ടാകും, അതുപോലെ ലിറ്ററേച്ചർ, റിലീജിയൻ, ലോസ്, അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ലാംഗ്വേജ് എന്നിവയെല്ലാം ഉണ്ടായിരിക്കും. ഈ 21-ാം നൂറ്റാണ്ടിലെ 2025 സിവിലൈസേഷന്റെ പേരാകുന്നു ഡിജിറ്റൽ ഗ്ലോബൽ സിവിലൈസേഷൻ. എന്നാൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ സംസ്കാരം അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ സിവിലൈസേഷന്റെ പേര് നിങ്ങൾക്കറിയാമോ? അതിന്റെ പേരാകുന്നു മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. ഇതാകുന്നു ലോകത്തിലെ ആദ്യത്തെ സംസ്കാരം. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ആകുന്നു ലോകത്തിലെ ആദ്യത്തെ സംസ്കാരം. മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖ് ആകുന്നു. ബാബിലോണിയ, പേർഷ്യൻ, സുമേറിയൻ, അക്കാദിയൻ, അസീറിയൻ, ചാൽഡിയൻ നഗരങ്ങളിലെ സിവിലൈസേഷനെ കോമൺ ആയിട്ടാണ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഏഷ്യ കോണ്ടിനെന്റിലെ വെസ്റ്റ് ഏഷ്യയിലെ ഭാഗത്തു വരുന്ന അർമീനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന ടൈഗ്രീസ്, യുഫ്രട്ടീസ് നദീതടങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു സിവിലൈസേഷൻ ഉയർന്നു വന്നത്. മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖ് ആകുന്നു. BCE 4000 ഈ സംസ്കാരം ആരംഭിച്ചതായി ഗവേഷകർ പറയുന്നു. നദികൾക്കിടയിലെ രാജ്യം എന്നാണ് മെസപ്പൊട്ടേമിയ എന്ന വാക്കിനർത്ഥം. സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു. അവരുടെ ദേവൻ ചന്ദ്രനായിരുന്നു. ലോകത്ത് ആദ്യമായി കലണ്ടർ കണ്ടെത്തിയതും മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനിലാണ്. അത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. കുശവന്റെ ചക്രം കണ്ടുപിടിച്ചതും മെസപ്പൊട്ടേമിയക്കാരാണ്. അതുപോലെ സുമേറിയൻ സിവിലൈസേഷൻ എന്നും മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനെ ജനറലൈസ് ചെയ്ത് പറയാറുണ്ട്. മെസപ്പൊട്ടേമിയയിൽ വരുന്ന സുമേറിയൻ സിവിലൈസേഷനാണ് കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ സിവിലൈസേഷൻ. ഉറുക്ക്, ലഗാഷ് എന്നീ 3 നഗരങ്ങൾ സുമേറിയൻ സിവിലൈസേഷന്റെ ഭാഗമായി ബന്ധപ്പെട്ടിരിക്കുന്നു. BCE 4000 കാലഘട്ടങ്ങളിലായിരുന്നു ഈ ഒരു സുമേറിയൻ സിവിലൈസേഷന്റെ ആഗമനം. അവിടുത്തെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായിരുന്നു സിഗുറാത്തുകൾ. ചളി കുഴച്ചുണ്ടാക്കിയ ഇഷ്ടിക കൊണ്ട് ആ ആരാധനാ കേന്ദ്രങ്ങളായ സിഗുറാത്തുകൾ നിർമ്മിച്ചിരുന്നു. ഇവരുടെ എഴുത്ത് ലിപിയാണ് ലോകത്തിലെ ആദ്യത്തെ ലിപിയായ ക്യൂണിഫോം ലിപി. ലോകത്തിലെ ആദ്യത്തെ എഴുത്ത് ലിപിയാണ് ക്യൂണിഫോം ലിപി. അത് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷന്റെ ഭാഗമാണ്. അതിന്റെ ആകൃതി, ആ ലിപിയുടെ ആകൃതി ആപ്പിന്റെ ആകൃതിയായിരുന്നു. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനിൽ വരുന്ന ബാബിലോണിയൻ സിവിലൈസേഷനിലെ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. ആദ്യത്തെ നിയമസംഹിതയും ഈ സിവിലൈസേഷന്റെ ഭാഗമായിരുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന നിയമമായിരുന്നു അവരുടേത്. അത് BCE 1754 പുരാതന ലോകാത്ഭുതങ്ങളിലൊന്നായ ആടുന്ന പൂന്തോട്ടം, അതായത് ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്നത് ബാബിലോണിയയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. നെബുക്കദ്നെസ്സാർ രാജാവാണ് ഇത് പണി കഴിപ്പിച്ചത്. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷന്റെ കലണ്ടറിൽ 12 മാസങ്ങളും 4 ആഴ്ചകളും ഉണ്ടായിരുന്നു. ഒരു ദിവസം 24 മണിക്കൂറുകളായി വിഭജിച്ചിരുന്നു. ഗണിതത്തിലെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് എന്നിവയും അവർക്കറിയാമായിരുന്നു.